Good morning. അപ്പോൾ നമുക്ക് ഇന്ന് വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ നോക്കാം. ഈ മൈക്രോഫോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഇതിൻ്റെ ഫിഗർ വരച്ചു അല്ലേ? ഇതിൻ്റെ ഫിഗർ വരച്ച് നമ്മൾ കുറേ പാർട്സിനെ പരിചയപ്പെട്ടു. നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് വർക്കിംഗ് നോക്കാം. The voice coil is situated in a magnetic field. വോയിസ് കോയിൽ ഇവിടെ സിറ്റുവേറ്റ് ചെയ്തത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ്. എങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത്? കാരണം ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട് അല്ലേ? പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. ആ പെർമനന്റ് മാഗ്നറ്റ് ചുറ്റുമാണ് നമ്മൾ വോയിസ് കോയിൽ എന്ത് ചെയ്തത്? ചുറ്റി വെച്ചത്. അതുകൊണ്ട് തന്നെ വോയിസ് കോയിൽ എവിടെ ഇരിക്കണേന്ന് പറയാം? വോയിസ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കണേന്ന് പറയാം. ഓക്കെ, diaphragm connected to the voice coil vibrate in accordance with the sound waves falling on it. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്കിലൂടെ പറയുമ്പോൾ നമ്മളുടെ സൗണ്ട് വേവ്സ് എവിടെയാണ് ആദ്യം വീഴുന്നത്? ആദ്യം ചെല്ലുന്നത് നമ്മുടെ ഡയഫ്രത്തിലാണ്. നമ്മൾ സൗണ്ട് വേവ് നമ്മൾ പറയുന്നു, ആദ്യം നമ്മുടെ പറയണത് നമ്മുടെ സൗണ്ട് വേവിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഡയഫ്രത്തിൽ ചെല്ലുന്നു. വോയിസ് കോയിൽ എന്തായാലും കണക്ഷൻ ഉണ്ട്. നമ്മുടെ വോയിസ് കോയിൽ ഡയഫ്രമായിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മളുടെ സൗണ്ട് വേവ്സ് ആദ്യം ചെല്ലുന്നത് ഡയഫ്രത്തിലേക്കാണ്. നമ്മുടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൗണ്ടിനനുസരിച്ച് ഈ ഡയഫ്രം എന്ത് ചെയ്യുന്നു? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. അതിനോട് ചേർന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഈ വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, in accordance with the sound waves falling on it, okay, diaphragm vibrate ചെയ്യുന്നു. As a result, electrical signals corresponding to the sound waves are generated in the voice coil. Okay, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ വോയിസ് കോയിലിൽ നമ്മുടെ സൗണ്ട് വേവിനനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ജനറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, in the microphone, mechanical energy is converted to electrical energy. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് അല്ലേ? സൗണ്ടിന് മെക്കാനിക്കൽ എനർജിയാണ്. നമ്മൾ പുറപ്പെടുവിക്കുന്ന സൗണ്ട് എന്താണ്? ഒരു മെക്കാനിക്കൽ എനർജിയാണ്. ഈ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ് എന്ത്? മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. When a sound is produced in front of a microphone, electrical signals in accordance with the sound is generated in the coil. Okay, ഒരു മൈക്രോഫോണിന്റെ മുമ്പിൽ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സൗണ്ടിനനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് എവിടെ ജനറേറ്റ് ചെയ്യുന്നു? വോയിസ് കോയിലിൽ ജനറേറ്റ് ചെയ്യുന്നു. The weak signals obtained from the microphone are strengthened by an amplifier. അല്ലേ? നമ്മൾ പതുക്കെ പറയുന്ന കാര്യം വലിയ സൗണ്ടിൽ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സിഗ്നൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഏതാണ് ഡിവൈസ്? ആംപ്ലിഫയർ അല്ലേ? ഇപ്പോൾ ചെറുത് വീക്ക് ആയിട്ടുള്ള സിഗ്നൽസിനൊക്കെ ആംപ്ലിഫയറുകൾ കടത്തി വിടുമല്ലോ. അപ്പോൾ വീക്ക് ആയിട്ടുള്ള സിഗ്നൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഒന്നുകൂടെ എന്താ സൗണ്ട് കൂടുന്നു, ആംപ്ലിഫൈ ആകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽസ് ആണ് നമ്മൾ എവിടേക്ക് കടത്തി വിടുന്നത്? ലൗഡ് സ്പീക്കറിലേക്ക് വിടുന്നത്. നമുക്ക് മൈക്കിലേക്കൂടെ ലൗഡ് സ്പീക്കറില്ലാണ്ട് വെറുതെ മൈക്ക് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സൗണ്ട് പുറത്തേക്ക് ലോകത്ത് കേൾക്കാൻ പറ്റുമോ? ഇല്ല. മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്കിന്റെ അറ്റം സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ പറയുന്നത് എന്താണ്? വലിയ സൗണ്ടിൽ കേൾക്കാൻ പറ്റുള്ളൂ. സ്പീക്കറിൽ കേൾക്കാൻ വെച്ചാൽ നമ്മൾ പറയുന്ന മൈക്കിൽ തന്നെ പുറത്തേക്ക് കേൾക്കാൻ പറ്റും? അല്ല, നമ്മൾ മൈക്കിൽ പറഞ്ഞ കാര്യങ്ങൾ സ്പീക്കറിൽ കൂടെയാണ് പുറത്തേക്ക് കേൾക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഒരു സ്പീക്കറായിട്ട് കണക്ട് ചെയ്യണം അല്ലേ? എന്ത് സംഭവിക്കുക? സ്പീക്കറായിട്ട് കണക്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സിഗ്നൽസിനൊക്കെ ഒരു ആംപ്ലിഫയറിലേക്ക് കടത്തി വിടുന്നു. ആംപ്ലിഫയറിൽ കടത്തി വിടുന്നത് എന്തിനാണ്? ചെറിയ വീക്ക് ആയിട്ടുള്ള സിഗ്നൽസ് ഉണ്ടാവും അല്ലേ? പയ്യെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്യണം. ആംപ്ലിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം. സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്? നമ്മൾ ആംപ്ലിഫയറുകൾ കടത്തി വിടുന്നത്. ആംപ്ലിഫയറുകൾ കടത്തിവിട്ട സിഗ്നൽസ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു? നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുന്നു. ലൗഡ് സ്പീക്കറിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നമ്മുടെ ഒറിജിനൽ സൗണ്ടായിട്ട് വീണ്ടും ഇവിടെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് അവിടെ തിരിച്ച് മാറ്റാണ് ചെയ്യുന്നത്. എന്ത്? ലൗഡ് സ്പീക്കർ ചെയ്യുന്നത്. നമ്മൾ ലൗഡ് സ്പീക്കറിന്റെ കാര്യം നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ കാര്യം പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ കാര്യമാണ്. ഓക്കെ, what is the energy transformation that takes place in a moving coil microphone? മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ലൗഡ് സ്പീക്കറിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ആയിട്ട് തിരിച്ചു കിട്ടും. കാരണം നമ്മൾ മൈക്കിലൂടെ പറഞ്ഞ കാര്യം നമുക്ക് തിരിച്ച് കേൾക്കണം അല്ലേ? മൈക്കിൽ സംഭവിക്കുക? നമ്മുടെ വോയിസ് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ ആംപ്ലിഫയറുകൾ കടത്തി വിടുന്നു. ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫയർ നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ നമ്മൾ ചെന്ന് ഈ ആംപ്ലിഫൈ ചെയ്യുന്ന സിഗ്നൽസ് തിരിച്ച് ലൗഡ് സ്പീക്കറിൽ എന്തായിട്ട് മാറുന്നു? നമ്മുടെ ഒറിജിനൽ സൗണ്ടായിട്ട് മാറുന്നു. ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കണം മൈക്കും ലൗഡ് സ്പീക്കറും. ഓക്കെ, പവർ ട്രാൻസ്മിഷൻ ആൻഡ്
ഡിസ്ട്രിബ്യൂഷൻ. അടുത്താണ് നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോഫോൺസ് ഉണ്ട്. ജസ്റ്റ് പേരൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. കാർബൺ മൈക്രോഫോൺസ്, ക്രിസ്റ്റൽ ആൻഡ് സെറാമിക് മൈക്രോഫോൺസ്, റിബൺ മൈക്രോഫോൺസ്, കപ്പാസിറ്റർ മൈക്രോഫോൺസ്, പല പല ടൈപ്പിലുള്ള മൈക്രോഫോൺസ് ഉണ്ട് അല്ലേ. പല പല ടൈപ്പിലുള്ള മൈക്ക് കാണുന്നുണ്ട്. ചെറിയ പെൻ മൈക്ക് തുടങ്ങിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ പല മൈക്കിനും പല പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പവറും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും. പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ എങ്ങനെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള ഒരു പുതിയ ടോപ്പിക്കാണ്, നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. The principle of electromagnetic induction is used in worldwide to generate electricity on a large scale. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തിൻ്റെ പ്രിൻസിപ്പിളാണ്? ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിളാണ്. ഓക്കെ, അതിനുള്ള ഡിവൈസ് എന്ന് പറയുന്നത് AC ജനറേറ്റർ ആണ്. AC ജനറേറ്റേഴ്സ് ആർ യൂസ് ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. AC ജനറേറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഉണ്ടാക്കി കറണ്ടിനൊക്കെ എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് AC ജനറേറ്റേഴ്സ് ആണ്. എന്തുകൊണ്ട്? അപ്പോൾ എങ്ങനെയാണ് ഈ AC ജനറേറ്റർ ഒക്കെ വർക്ക് ചെയ്യണേ? അല്ലെങ്കിൽ ഹൗ ഡു വി ഗെറ്റ് മെക്കാനിക്കൽ എനർജി ഫോർ സച്ച് AC ജനറേറ്റർ? അപ്പോൾ ഈ AC ജനറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് മെക്കാനിക്കൽ ആയിട്ടുള്ള എനർജി കൊടുക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മെക്കാനിക്കൽ എനർജി കൊടുക്കണമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, നമ്മൾ ജനറേറ്റേഴ്സ് കറക്കണം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യണേ? ഈ വാട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാട്ടർ ഈ ഒരു ടർബൈൻ്റെ മുകളിലേക്ക് ഇത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടർബൈൻ്റെ വാട്ടറിൻ്റെ ഫ്ലോയുടെ ശക്തി മൂലം ഈ ടർബൈൻ കിടന്ന് കറങ്ങും. ഓക്കെ, ടർബൈൻ എന്ന് പറഞ്ഞൊരു എന്താണ് ചക്രം പോലെ സാധനം. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ആ ടർബൈൻ കറങ്ങും. ആ ടർബൈൻ്റെ കറക്കം എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. മെക്കാനിക്കൽ എനർജീനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഇലക്ട്രിക്കൽ എനർജി കിട്ടാനുള്ള സോഴ്സ് ഈ മെക്കാനിക്കൽ എനർജീനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കണം. അപ്പോൾ മെക്കാനിക്കൽ എനർജി എവിടെ നിന്നൊക്കെ കിട്ടുമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്യാം? വാട്ടർ ഇൻ ഡാംസ്, ഡാമിലെ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ വാട്ടർ ഇൻ ഡാംസ് എന്ത് ചെയ്യുന്നു? ആ ടർബൈനിന് ഒരു മെക്കാനിക്കൽ എനർജിക്ക് ഫോഴ്സ് കൊടുക്കും അല്ലേ. വെള്ളം വീഴുന്നു, അപ്പോൾ ടർബൈൻ ആ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് കറങ്ങുന്നു. അപ്പോൾ മെക്കാനിക്കൽ എനർജി എവിടെ ആരുടെയാണ് കിട്ടിയത്? നമുക്ക് കിട്ടിയത് വാട്ടറിൻ്റെ. അപ്പോൾ വാട്ടർ പിന്നെ സോളാർ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോളാർ പാനലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എയർപോർട്ടിലൊക്കെ കണ്ടു കുറേ സോളാർ പാനലുണ്ട്. സോളാർ പാനലിൽ നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്? സോളാർ പാനലും ഒരു മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജിയാണ് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ടർ ഡാംസ് നമുക്ക് പറയാം, പിന്നെ സോളാർ പാനൽസ് പറയാം, പിന്നെ വിൻഡ് എനർജി. ചില സ്ഥലത്തൊക്കെ വിൻഡ് മിൽസ് ഉണ്ട് അല്ലേ. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വിൻഡ് മിൽസ് കാണാൻ പറ്റും. കാറ്റാടി യന്ത്രങ്ങൾ. ആ കാറ്റാടി യന്ത്രങ്ങൾ എന്താ ചെയ്യണേ? ആ കാറ്റടിക്കുമ്പോൾ അവരുടെ ഫാൻ പോലെയുള്ള ടർബൈൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ലീഫ് പോലുള്ള ലീഫ് ഉണ്ടാവും അല്ലേ. ആ ലീഫ് കറങ്ങും. ആ കറക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇലക്ട്രിസിറ്റി നമ്മൾ സ്റ്റോർ ചെയ്ത് ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ എനർജി പല രീതിയിൽ കിട്ടും. പിന്നെ ന്യൂക്ലിയർ എനർജി ഉണ്ട്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിനൊക്കെ ചില ന്യൂക്ലിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എനർജി ഉണ്ടാക്കുന്നത്. ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് വിൻഡ് എനർജി, സോളാർ എനർജി. ഇപ്പോൾ ഏത് കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് അതിനൊക്കെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്? നമുക്കിപ്പോൾ വീട്ടിലേക്ക് തന്നെ ഇലക്ട്രിസിറ്റി നമ്മുടെ എല്ലാവരുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്നുണ്ട്. അത് എവിടെയാണ് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്? ലാർജ് എമൗണ്ടിൽ ഉണ്ടാക്കുന്നത് എവിടെയാണ്? പവർ സ്റ്റേഷൻ അല്ലേ. നിങ്ങൾ പവർ സ്റ്റേഷനൊക്കെ കണ്ടിട്ടുണ്ടാവും, സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ടാവും. മൂലമറ്റം പവർ സ്റ്റേഷൻ, പള്ളിവാസൽ പവർ സ്റ്റേഷൻ. ഓക്കെ, അവിടെയാണ് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇലക്ട്രിസിറ്റി ലാർജ് എമൗണ്ടിൽ ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ പറയുന്ന പേരാണ് പവർ സ്റ്റേഷൻ. ഓക്കെ, power station are the places where electricity is generated on a large scale for distribution. അപ്പോൾ നമുക്കൊക്കെ കറണ്ട് വരുന്നത് എവിടെ നിന്നാണ്? പവർ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. പവർ സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ സബ് സ്റ്റേഷനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് പവർ സ്റ്റേഷനിലായിരിക്കും. മിക്കവാറും പവർ സ്റ്റേഷനൊക്കെ നമ്മൾ ഡാമിൻ്റെ അടുത്താണ്. നമ്മുടെ ഇവിടെ കൂടുതൽ നമ്മൾ സോളാർ എനർജി വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ആവശ്യത്തിനൊക്കെ വീട്ടിലേക്ക് വന്ന കറണ്ടൊക്കെ നമ്മൾ എന്താ ഡാമിലെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഡാമിൻ്റെ അടുത്തൊക്കെ തന്നെ എന്തുണ്ടാവും? ഒരു പവർ സ്റ്റേഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി പവർ സ്റ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജനറേറ്റർ എന്ന് പറയുന്നത് AC ജനറേറ്റർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. AC ജനറേറ്റർ ആണ് പവർ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. അവിടെ പവർ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത് 3 phase AC ജനറേറ്റർ ആണ്. 3 phase AC ജനറേറ്റർ അതെന്തൊക്കെയാണ് നമുക്ക് താഴെ പോകുമ്പോൾ പറയാം. 3 phase കൊണ്ട് എന്താ മെയിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് പവർ സ്റ്റേഷൻ്റെ പേരുകളൊക്കെ എഴുതാം. ഓക്കെ, എന്താണ്? ഇടുക്കി, മൂലമറ്റം. ഓക്കെ, മൂലമറ്റം ഇടുക്കി, മൂലമറ്റം ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഷോളയാറുണ്ട്, തൃശ്ശൂർ. ഓക്കെ, പിന്നെ എവിടെയാണുള്ളത്? അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കുറേ പവർ സ്റ്റേഷൻ്റെ പേര് കിട്ടും. ഓക്കെ, അപ്പം
പള്ളിവാസൽ ഒരു പവർ സ്റ്റേഷനാണ്. എവിടെയാണ് കറക്റ്റ് ഓർമ്മയില്ല. ഇടുക്കി, മൂലമറ്റം, ഷോളയാർ, പെരിങ്ങൽകുത്ത്, ഓക്കെ, അതൊക്കെ തൃശ്ശൂരാന്ന് തോന്നും. അങ്ങനെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് ചെയ്താൽ. അപ്പോൾ കുറേ പവർ സ്റ്റേഷൻ നമുക്ക് കേരളത്തിൽ തന്നെ കുറേ പവർ സ്റ്റേഷനുകളുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ പവർ സ്റ്റേഷനും അതിൻ്റെ സംഭവങ്ങളും ട്രാൻസ്മിഷൻ ഒക്കെ എന്ന് വെച്ചിട്ട് നോക്കാം. ഇൻ ഇന്ത്യ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് 11 kV എന്ന് വെച്ചാൽ 11 kV ലൈനുകൾ എന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ. ചിലർ പറയുന്നത് 11 kV ആണെന്ന് പറയും. കാരണം എന്താ 11 kV എന്ന് വെച്ച് കഴിഞ്ഞാൽ 11,000 വോൾട്ട്. ഓക്കെ, 1000 വോൾട്ടിനാണ് 1 കിലോ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 11 kV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 × 1000 11,000 കിലോ 11,000 വോൾട്ടാണ് 11 കിലോ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ എന്താണ്, എത്ര ഇലക്ട്രിസിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 11 kV electricity is produced at power stations. When electricity is transmitted to distant places, there is a loss of energy in the conductors in the form of heat. This is known as transmission loss. അപ്പോൾ എന്താണ്, പവർ ഹൗസിൽ ഉണ്ടാക്കുന്ന എനർജി, പവർ ഹൗസിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ വീടുകളിലേക്ക് എത്തണം. അപ്പോൾ കുറേ ദൂരത്തു നിന്നാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് പോസ്റ്റ് വഴി. അപ്പോൾ എന്തുണ്ടാവും, കുറേ ദൂരം സഞ്ചരിക്കുമ്പോൾ കുറേ ഇലക്ട്രിസിറ്റിക്ക് എന്തായിട്ട് നഷ്ടപ്പെടും? ഹീറ്റായിട്ട് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്നു? ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഇപ്പോൾ പള്ളിവാസലാണെങ്കിൽ എന്താ മൂലമറ്റത്ത് ഉണ്ടാക്കുന്ന വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് എത്തണം. അത് എന്താ പോസ്റ്റ് വഴിയാണ് വന്നത് അല്ലേ. കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതോടെ എന്ത് സംഭവിക്കും? ഇതിൻ്റെ എനർജി ഒക്കെ ഹീറ്റായ രൂപത്തിൽ നഷ്ടപ്പെടും. കുറേയൊക്കെ എനർജി, കുറച്ച് എല്ലാവരും അല്ല, കുറേയൊക്കെ എനർജി ഹീറ്റ് രൂപത്തിൽ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അവിടുന്ന് കുറേ എനർജി വിട്ടാലും നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ കുറച്ച് എനർജി ആയിട്ട് മാറും. കാരണം എന്താ, കുറേ എനർജി ഹീറ്റിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്നു. ആ നഷ്ടത്തിൻ്റെ പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലോസ്. കാരണം എന്താ, ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത് പവർ നഷ്ടപ്പെടുന്നതാണ്. അതാണ് ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ ഹീറ്റിൻ്റെ ഫോമിലാണ് ഈ ട്രാൻസ്മിഷൻ ലോസ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഹീറ്റ് എങ്ങനെ രീതിയിലൊക്കെയാണ് ജനറേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഹീറ്റ് ജനറേറ്റ് ഈസ് ഈക്വൽ ടു I² RT എന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഹീറ്റ് ജനറേറ്റർ ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഇൻറ്റു ടൈം എന്നുള്ള കാര്യം പഠിച്ചു അല്ലേ. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് ഈ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് ദ ഹീറ്റ് ജനറേറ്റഡ്. അപ്പോൾ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദീർഘദൂരം കറണ്ടിനെ കൊണ്ടുപോകുമ്പോൾ, ഇലക്ട്രിസിറ്റിനെ കൊണ്ടുപോകുമ്പോൾ ഈ ലോസ് എന്താ, ഹീറ്റിൻ്റെ ഫോമിലുള്ള ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യുന്നവരെ എന്ത് ചെയ്യണം? കറണ്ടിൽ വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ ടൈമിൽ വ്യത്യാസം വരുത്തണം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വ്യത്യാസം വരുത്തിയാലാണ് നമുക്ക് ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഹീറ്റ് എനർജി ലോസിനെ നമുക്ക് എന്താണ്, ഹീറ്റായിട്ട് എനർജി നഷ്ടപ്പെടുന്നതിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഒന്നുമല്ല, കറണ്ടിൽ വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ ടൈമിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ ടൈമിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റുമോ? ടൈമിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റില്ല. അതിനോട് കൊടുത്തിട്ടുണ്ട്. സിൻസ് പവർ ട്രാൻസ്മിഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് രാവിലെ പകലില്ലാണ്ട് കറണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ടൈം റെഡ്യൂസ് ചെയ്യാന്നുള്ളൊരു സമയം അല്ലെങ്കിൽ അത് ആ ഒരു ഓപ്ഷൻ നമുക്ക് പറ്റില്ല. അതെന്താ, പവർ ട്രാൻസ്മിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ റെഡ്യൂസിങ് ടൈം ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല അല്ലേ. അതുപോലെ തന്നെ ഈ എന്താണ്, പിന്നെ അടുത്തുള്ള കാര്യം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ള കാര്യമാണ്. റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടക്ടേഴ്സ് എന്താണ്, കൂടിയ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ, ഗോൾഡ് മുതലായ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. റെസിസ്റ്റൻസ് ഇത്രയും ലോങ് ട്രാൻസ്മിഷൻ, ദീർഘദൂരം എന്താണ് കറണ്ടിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഹീറ്റ് ലോസ് ഞങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ഈ ഗോൾഡ്, കോപ്പർ പോലെയുള്ള മെറ്റൽ യൂസ് ചെയ്തിട്ട് എന്താണ് പോസ്റ്റ്മേന്നൊക്കെ വലിക്കേണ്ടി വരും. അങ്ങനെ വലിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ സ്വർണ്ണം തന്നെ പവൻ എത്ര രൂപയാണ് അല്ലേ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തില്ല. നമ്മൾ പോസ്റ്റ്മൊക്കെ സ്വർണ്ണം ഇട്ടെങ്കിൽ കാര്യം ആലോചിച്ച് നോക്കാം അല്ലേ. വളരെ കോസ്റ്റ്ലിയാണ് അല്ലേ. എത്ര കോടികൾ ഉണ്ടായാലും നമ്മുടെ അവിടെ നിന്ന് ഇവിടെ വരെ വൈദ്യുതി എത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, അപ്പം റെസിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റില്ല അല്ലേ. അങ്ങനെ ടെക്നിക്കലായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റിനെ കുറയ്ക്കാൻ പറ്റും അല്ലേ. കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഈ എനർജി ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്ന നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റെഡ്യൂസിങ് കറണ്ടാണ്. അപ്പം എങ്ങനെയാണ് റെഡ്യൂസിങ് കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇഫ് കറണ്ട് I is to be reduced to half, how much will be the reduction in the heat? ഓക്കെ, ഇപ്പം കറണ്ട് നമ്മൾ പകുതിയാക്കാൻ വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹീറ്റ് എന്തോരാവുന്നതാണ് നമ്മൾ നോക്കുന്നത്.
അപ്പോൾ കറണ്ട് H is equal to I സ്ക്വയർ ആണ് അല്ലേ. ഈ എന്താണ് കറണ്ട് എത്രയാണോ അതിന്റെ സ്ക്വയർ ആയിരിക്കും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് നമ്മൾ പകുതിയാക്കാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് I എന്ന് പറയുന്നത് കറണ്ട് പകുതിയാക്കി കഴിഞ്ഞാൽ ഹീറ്റ് എന്തോരാവുമെന്ന് അറിയോ? ഹീറ്റ് എന്തായി മാറും? I/4 ആയിട്ട് കുറയും. ഓക്കെ, കറണ്ട് പകുതിയാക്കി കഴിഞ്ഞാൽ ഹീറ്റ് എന്താണ്? ഈ 2ന്റെ സ്ക്വയർ 4 ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറും. ഹീറ്റ് റെഡ്യൂസ് ചെയ്യും. കറണ്ട് പകുതിയാക്കി കഴിഞ്ഞാൽ ഹീറ്റ് 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ ഹീറ്റ് നമ്മൾ കറണ്ട് 1/10 ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ഹീറ്റ് എന്തായി മാറും? 1/100 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണോ കുറയ്ക്കുന്നത് അതിൻ്റെ സ്ക്വയർ ആയിട്ട് ഹീറ്റിന് കുറയും. ഓക്കെ, ഇപ്പോൾ കറണ്ട് നമ്മളോട് പകുതി ആക്കണം, 1/2 പകുതി. അപ്പം ഹീറ്റ് എന്തോരം കുറയും? 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ ഹീറ്റ് 1/4 കുറയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് 1/10 ആക്കി കുറയ്ക്കുകയാണ്. അപ്പോൾ ഹീറ്റ് എന്തോരം കുറയും? 10ന്റെ സ്ക്വയർ 100, 1/100 ആയിട്ട് കുറയും. ഇതേപോലെ എത്രയാണോ നമ്മൾ കറണ്ട് കുറയ്ക്കുന്നത് അതിൻ്റെ ഇരട്ടി എന്തായിട്ട് മാറും? ഈ ഹീറ്റിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1/5 ആയിട്ട് കറണ്ടിനെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ജനറേഷൻ എത്രയായിട്ട് കുറയും? ഈ 5ന്റെ സ്ക്വയർ 1/25 ആയിട്ട് കുറയും. ഓക്കെ, അതാണ് കറണ്ടും ഹീറ്റും നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താ പറയാം? ഓർത്തിട്ടുണ്ട്, ഇഫ് കറണ്ട് ഈസ് റെഡ്യൂസ് ടു 1/10 ടൈംസ്, കറണ്ടിന് നമ്മൾ 1/10 ടൈംസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/10 മടങ്ങ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഹീറ്റ് എന്തോരം കുറയുന്നതാണ് പറയുന്നത്? വാട്ട് വിൽ ബി ദി റിഡക്ഷൻ ഇൻ ദ ഹീറ്റ്? 1/100 ടൈംസ് ഹീറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. ഓക്കെ, എത്ര മടങ്ങാണ് നിങ്ങൾ കുറയ്ക്കണേ അതിൻ്റെ ഇരട്ടി എന്ത് ചെയ്യും? അതിൻ്റെ ഇരട്ടി മടങ്ങ് ഹീറ്റും റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Okay, you must have now realized that heat loss can be reduced by reducing the current. അപ്പോൾ ഹീറ്റ് ലോസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, കറണ്ടിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ കറണ്ട് നമ്മൾ പകുതിയായിട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് റിഡക്ഷൻ അതിൻ്റെ 1/4 ആയിട്ട് മാറും അല്ലേ. ഇനി കറണ്ട് നമ്മൾ 1/10 ആയിട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് റിഡക്ഷൻ 1/100 ആയിട്ട് കുറയ്ക്കും. അപ്പോൾ എന്താണ്? ആകെ കൂടി ഈ ഹീറ്റ് രൂപത്തിൽ എനർജി നഷ്ടപ്പെടുന്നതിനെ കുറയ്ക്കാൻ ആകെ ഒരു വഴിയുള്ളൂ, എന്താ? കറണ്ട് നമ്മൾ കുറയ്ക്കണം. ഓക്കെ, ഇപ്പൊ കറണ്ട് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ഈ കറണ്ട് കുറയ്ക്കുമ്പോൾ പവറും കുറയാനുള്ള സാധ്യതയില്ലേ? കാരണം P = V × I എന്നാണ് പറയുന്നത് അല്ലേ. P = V × I ആണ്. അപ്പോൾ നമ്മൾ ഈ കറണ്ട് ഒരു പരിധി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പവറും അങ്ങോട്ട് കുറയാനായിട്ട് താഴ്ന്നു പോകും അല്ലേ. അപ്പോൾ അത് പവർ താഴ്ന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂലമറ്റത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് എത്തുമോ? ഇല്ല അല്ലേ. അപ്പോൾ പവർ കുറയാതെ നമുക്ക് കറണ്ടിനെ കുറയ്ക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. പവർ കുറയാതെ കറണ്ടിനെ മാത്രം കുറയ്ക്കണം. കറണ്ട് കുറയാൻ വേണം, പക്ഷെ പവർ കുറയുകയും ചെയ്യരുത്. അപ്പം അങ്ങനെ ഒരു ടെക്നിക്കാണ് നമുക്കിവിടെ ആവശ്യം. എന്നാലും നമുക്ക് ഹീറ്റ് ലോസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, how can we reduce the current without the change in power? Find out the basis of the equation P × VI. ഇപ്പോൾ പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് അല്ലേ. ഇവിടെ കറണ്ട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് പവർ കുറയുന്നു. ഓക്കെ, അപ്പോൾ പവർ കുറയാതെ കറണ്ട് കുറയ്ക്കാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? P = V × I ആണ് അല്ലെ. കറണ്ട് കുറയണം. അപ്പോൾ പവർ കുറയാതെ കറണ്ട് കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴിയുള്ളൂ, വോൾട്ടേജ് കൂട്ടാം. ഓക്കെ, എന്ത് ചെയ്യാം? വോൾട്ടേജ് കൂട്ടാം. അപ്പോൾ പവർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. കറണ്ട് കുറയ്ക്കാൻ പ്രശ്നമില്ല, അതിനനുസരിച്ചുള്ള വോൾട്ടേജ് നമ്മളോട് കൂട്ടി കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം വോൾട്ടേജ് കൂട്ടിയിട്ട് നമ്മൾ പവർ കോൺസ്റ്റന്റ് ആക്കി വയ്ക്കും, കറണ്ടിനെ കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കൂട്ടി പവറിനെ കൂട്ടുന്നു, പക്ഷെ കറണ്ട് നമ്മൾ കുറച്ച് വയ്ക്കുന്നു. ആ കുറച്ച് വയ്ക്കുന്ന കറണ്ട് കൂടി എന്തിനു കൊടുക്കുന്നു? ആ വോൾട്ടേജിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് അപ് ടു 220 kV at the power station itself, depending upon the distance to which transmission is to be done. Different voltages like 110 kV, 400 kV are also made use of. അപ്പോൾ നമ്മൾ പറഞ്ഞു പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്നത് 11 kV കറണ്ട് ആണെന്ന് പറഞ്ഞു അല്ലേ. 11 kV ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പവർ സ്റ്റേഷനിലെ വോൾട്ടേജ് എന്താണ്? ഈ 11 kV ഒക്കെ ഉണ്ടാക്കാനായിട്ട് വോൾട്ടേജ് എത്രയായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു? 220 kV ആയിട്ട് വോൾട്ടേജിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് 400 kV വരെ ആവാം. 11 kV ഒക്കെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നമ്മൾ കരിഞ്ഞു പോകും, അത്രയ്ക്കും പവറാണ് അതിനുള്ളത്. ഓക്കെ, അത്രയ്ക്കും കറണ്ടാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. 11 kV നമ്മൾ സാധാരണ പോസ്റ്റ് കമ്പിൽ പൊട്ടി വീഴുമ്പോൾ പോലെയല്ല 11 kV പൊട്ടി വീഴുന്നത്. 11 kV പൊട്ടി വീഴാൻ നോക്കൊന്നും വേണ്ട, ഓൺ ദ സ്പോട്ട് നമ്മൾ കരിഞ്ഞു പോകും, അത്രയ്ക്കും കറണ്ട് ഉണ്ട് അതിൽ. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നത്? ഈ വോൾട്ടേജ് നമ്മൾ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് കൂട്ടാണ്. ഓക്കെ, വോൾട്ടേജ് കൂട്ടാൻ പവർ സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് 220 kV അല്ലെങ്കിൽ 400 kV വരെ നമ്മൾ വോൾട്ടേജിനെ കൂട്ടും. നമ്മൾ എന്തോരം ഡിസ്റ്റൻസിലേക്കാണ് കറണ്ടിനെ കൊണ്ടുപോകണേ അതിനനുസരിച്ച് വോൾട്ടേജുകൾ മാറ്റിക്കൊണ്ടിരിക്കും. ചില സ്ഥലത്ത് 220 യൂസ് ചെയ്യും, ചില സ്ഥലത്ത് 110 യൂസ് ചെയ്യും. കുറേ ദൂരം പോകുകയാണെങ്കിൽ നമ്മൾ 400 വരെ യൂസ് ചെയ്യും പവർ സ്റ്റേഷനിൽ വോൾട്ടേജിൻ്റെ റേറ്റ്. ഓക്കെ, as
result, current and the loss of energy in the form of heat decreases. അപ്പോൾ നമ്മൾ വോൾട്ടേജ് കൂടുന്ന വഴി എന്ത് സംഭവിക്കുന്നു? കറണ്ടിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? അതുവഴി ഈ ഹീറ്റിൻ്റെ നമ്മൾ ഇവിടെ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകും. കാരണം ഹീറ്റും കറണ്ടായിട്ട് റിലേഷൻ ഉള്ളൂ, ഹീറ്റും വോൾട്ടേജ് ആയിട്ട് റിലേഷൻ ഇല്ല അല്ലേ. ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളിലാണ്. ഒന്ന് കറണ്ടിനെ, ഒന്ന് റെസിസ്റ്റൻസിനെ, ഒന്ന് ടൈമിനെ. ഓക്കെ, ഇപ്പോൾ ടൈം നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം ഈ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ടൈമിനെ നമുക്ക് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റില്ല അല്ലേ. പിന്നെയുള്ളത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ തന്നെ അതിന് കുറേ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതേപോലെ ഭയങ്കര കോസ്റ്റും അതിനനുസരിച്ച് ഭയങ്കര കൂടുതലാണ്. സോ ഈ ഇരുമ്പ് നമ്മൾ ഈ കോപ്പർ വയർ, അലൂമിനിയം വയസ്സൊക്കെ മാറ്റിയിട്ട്, കോപ്പറോ കമ്പികളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഗോൾഡ് സിൽവറൊക്കെ വെക്കേണ്ടി വരും. അന്നൊക്കെ ആലോചിച്ച് നോക്കി, ഭയങ്കര കോസ്റ്റ്ലിയാണ് അല്ലേ. അത് വെച്ചാൽ കള്ളന്മാർ എന്താണ് അത് പൊട്ടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ വീണ്ടും സർക്കാരിന് വീണ്ടും വെക്കാനൊക്കെ നമുക്ക് പറ്റില്ല, വീട്ടിലേക്ക് എത്താൻ വഴിയില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഇതിന് ഒരേ ഓപ്ഷനുള്ളൂ, കറണ്ട്. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കറണ്ടിന് വ്യത്യാസം വരുത്തുക, കറണ്ട് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പവർ കുറയും. പക്ഷെ നമുക്ക് പവർ കുറയാനും പാടില്ല. പവർ കുറയാതെ കറണ്ട് കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴിയുള്ളൂ വോൾട്ടേജ് കൂട്ടുക. ഓക്കെ, വോൾട്ടേജ് കൂട്ടി എന്ത് സംഭവിക്കുന്നു? വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുറയ്ക്കുകയും ചെയ്യാം, അതുപോലെ നമുക്ക് പവറിന് നഷ്ടം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പവർ സ്റ്റേഷനുകളിലൊക്കെ വോൾട്ടേജ് വളരെ കൂടുതലായിരിക്കും. കാരണം വോൾട്ടേജും ഹീറ്റായിട്ട് റിലേഷൻ ഇല്ല അല്ലേ. വോൾട്ടേജ് കൂടുന്നവർ ഹീറ്റിന് എന്താ സംഭവിക്കുന്നില്ല, കറണ്ട് കൂടുമ്പോഴാണ് ഹീറ്റിന് വ്യത്യാസം വരിക. അപ്പോൾ വോൾട്ടേജ് കൂടുന്നു പറയുന്നതൊന്നും ഹീറ്റിനെ ബാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നു, എന്ത് ചെയ്യുന്നു? ഹീറ്റിൻ്റെ ആ ട്രാൻസ്മിഷൻ ലോസ് നമ്മൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നു. ഓക്കെ, കണ്ടിന്യൂ. അപ്പോൾ ഇപ്പോൾ ഈ പവർ സ്റ്റേഷനിലൊക്കെ ഭയങ്കര ഹൈ വോൾട്ടേജിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് അത്ര ഹൈ വോൾട്ടേജിലേക്ക് വന്നാലോ നമ്മൾ പല എക്യുപ്മെൻസും കത്തിപ്പോകും അല്ലേ, നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. വോൾട്ടേജ് കൂടി കുറഞ്ഞ് വരുമ്പോൾ എന്താ ഫ്ലക്ച്വേഷൻസ് TV കടിച്ചു പോകും അല്ലേ. ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെബിലൈസറൊക്കെ വയ്ക്കുന്നത്. ഓക്കെ, ആ സ്റ്റെബിലൈസറിൻ്റെ ഡ്യൂട്ടി അതാണ്. പെട്ടെന്ന് വോൾട്ടേജ് കൂടി കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിന് കേടുപറ്റും. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് സ്റ്റെബിലൈസർ ഫ്രിഡ്ജിലും TVക്കൊക്കെ AC-ക്കൊക്കെ നമ്മൾ സ്റ്റെബിലൈസർ വെക്കുന്നത്. ഓക്കെ, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വോൾട്ടേജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ, അപ്പോൾ ഈ 220 kV വോൾട്ടേജ് 220 kW ആണ് നമ്മുടെ പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വോൾട്ടേജ് അല്ലേ. ആ വോൾട്ടേജ് തന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സംഭവം എന്താ, നമ്മുടെ ഡിവൈസൊക്കെ കേടായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇടയ്ക്ക് വെച്ച് ഈ വോൾട്ടേജ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കുറയ്ക്കണമെങ്കിൽ നമുക്ക് നോക്കാം. The voltage is lowered at different stages of power transmission and the electricity is made available to the distribution transformer at 11 kV. ഓക്കെ, അപ്പോൾ അത് പല സ്ഥലത്ത് ട്രാൻസ്ഫോമറിലും കാണുന്നുണ്ട് അല്ലേ. പല സ്ഥലത്ത് നിങ്ങൾ പാടത്തൊക്കെ പോകുമ്പോൾ ഒരു വലിയ പോസ്റ്റർ ട്രാൻസ്ഫോമറിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ നമ്മൾ പഠിച്ചു, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടെന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ഹൈ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ പവർ ഹൗസിൽ നിന്ന് തന്നെ വോൾട്ടേജ് ഈ ട്രാൻസ്ഫോമർ എന്ത് യൂസ് ചെയ്ത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് നമ്മൾ കുറയ്ക്കും. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് വോൾട്ടേജ് കുറച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കുറഞ്ഞ രീതിയിലുള്ള വോൾട്ടേജ് വരുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, വോൾട്ടേജിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് വോൾട്ടേജിനെ കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തും. ഓക്കെ, 230 volt is required for the household purpose is made available by the distribution transformer. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട വോൾട്ടേജിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ? 230 വോൾട്ട് മാത്രം നമുക്ക് വീട്ടിലേക്ക് മതി. നമ്മുടെ പവർ ഹൗസിൽ ഉണ്ടാക്കുന്നത് എത്രയാണ്? 220 kW ആണ് കേട്ടോ. 220 kW ആണ് പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് എത്രയാണ് മതി? വെറും 230 വോൾട്ട് മതി അല്ലേ. അപ്പോൾ ഈ 220 kW ഈ 230 വോൾട്ടായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? വോൾട്ടേജിനെ കുറയ്ക്കണം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വോൾട്ടേജിനെ കുറയ്ക്കുന്നു. എത്രയായിട്ട് കുറയ്ക്കുന്നു? 230 ആയിട്ട് കുറയ്ക്കുന്നു. ഈ 220 kW ഒക്കെ നമ്മൾ 230 വോൾട്ടായിട്ട് കുറയ്ക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് കുറയ്ക്കുന്നു. ആ കുറഞ്ഞ വോൾട്ടേജ് ആണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ എത്താം. പക്ഷേ ഇൻഡസ്ട്രിയൽ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ വോൾട്ടേജ് കൂടുതൽ വേണം. അവിടെ ഇപ്പം വേറെ ട്രാൻസ്ഫോമർ ഉണ്ടാവും. അത് 400 വോൾട്ടൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന വോൾട്ടിൻ്റെ കണക്കെന്ന് പറയുന്നത്. 400 വോൾട്ട് ഈസ് നീഡഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആൻഡ് ഓൾസോ ഒബ്റ്റെയിൻ ഫ്രം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ പല ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ കാണുന്നത് 230 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ 400 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. അവിടെ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഈ 220 kW 400 ആയിട്ട് കുറയ്ക്കുള്ളൂ വലിയ ഫാക്ടറീസിലൊക്കെ. പക്ഷേ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഈ 220 kW നമ്മൾ 230 വോൾട്ടായിട്ട് കുറയ്ക്കും. ഓക്കെ, Four wires are
കമ്മിങ് ഔട്ട് ഫ്രം എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. എന്താണ് അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ പല പല സ്ഥലത്ത് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഓരോ ട്രാൻസ്ഫോമറുകൾ കാണാം അല്ലേ. അതിനെയൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ 4 വയേഴ്സാണ് വരുന്നത്. നമ്മൾ 3 phase AC ജനറേറ്റർ യൂസ് ചെയ്യും. 3 phase എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യം തന്നെയാണോ പറയുന്നത്. എന്താണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് 4 വയേഴ്സ് ആയിരിക്കും വരാം. ഓക്കെ, 4 വയേഴ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ വയറും 3 ഫേസ് വയറും. 3 phase ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഇപ്പോൾ 4 വയറാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരാം, ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ നിന്ന് വരാം. 4 വയേഴ്സ്, അത് ഒരെണ്ണം ഫേസും ഒരെണ്ണം ന്യൂട്രലും ബാക്കി 3 ഫേസ് ആയിരിക്കും. ജസ്റ്റ് വരച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫേസ്, ഇത് ന്യൂട്രൽ, ഇത് ഫേസ്, ഇത് ഫേസ്, ഇങ്ങനെ 4 വയറാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ പുറത്തേക്ക് വരാം. ഓക്കെ, 3 ഫേസും ഒരു ന്യൂട്രൽ. എന്താണ് ഓഫ് ദീസ് വൺ ഓഫ് ഈസ് ന്യൂട്രൽ ആൻഡ് അതർ 3 ആർ ഫേസസ്. ദ ന്യൂട്രൽ പൊട്ടൻഷ്യൽ ഈസ് 0. ന്യൂട്രലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫേസ് ആൻഡ് എ ന്യൂട്രൽ ഈസ് 230 വോൾട്ട് ആൻഡ് ബിറ്റ്വീൻ എനി 2 ഫേസസ് ഈസ് 400 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു, നമ്മൾ 230 വോൾട്ട് ആണ് വേണ്ടത്. അപ്പോൾ എന്ത് വേണം, ഒരു ഫേസും വേണം, ഒരു ന്യൂട്രലും വേണം. ഒരു ഫേസും ഒരു ന്യൂട്രലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് 230 വോൾട്ട് കിട്ടും. ഓക്കെ ഓക്കെ, ഈ 2 ഫേസുകളാണ് കണക്ട് ചെയ്യുന്നത്, നമുക്ക് എന്ത് കിട്ടാം, 400 വോൾട്ട് ആണ് കിട്ടുക. ഓക്കെ, ഇതാണ് 3 phase സെറ്റപ്പ് എന്ന് പറയുന്നത്. 3 ഫേസുകൾ വരും, ഒരു ന്യൂട്രൽ ലൈൻ വരും. ഒരു ഫേസും ന്യൂട്രലിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. 2 ഫേസുകളുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 400 വോൾട്ട് ആണ്. ഓക്കെ, എന്താ പറയുന്നത്, വാട്ട് ഈസ് ദ മെത്തേഡ് ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ലോസ്. ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാനായിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ദർ ഇൻ ദ പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷനിൽ അപ്പോൾ എന്ത് ടൈപ്പ്, പവർ സ്റ്റേഷനിൽ എന്ത് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. പവർ സ്റ്റേഷനിൽ എന്താ സംഭവിക്കേണ്ടത്, പവർ സ്റ്റേഷനിൽ നമ്മൾ വോൾട്ടേജ് കൂട്ടാണ് ചെയ്യുന്നത് അല്ലേ. പവർ സ്റ്റേഷൻ നമുക്ക് 220 kV വോൾട്ടേജ് വേണം. അപ്പോൾ ഏത് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുക, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നമുക്ക് വോൾട്ടേജിനെ കൂട്ടണം, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും അല്ലേ. ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ പവർ ഹൗസിൽ നിന്ന് ഈ 220 kW നമുക്ക് 230 വോൾട്ട് ആയിട്ട് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദർ ഇൻ സബ് സ്റ്റേഷൻ. സബ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പവർ സ്റ്റേഷനിൽ നിന്ന് ദൂരം കുറയുമ്പോഴാണ് സബ് സ്റ്റേഷനുകൾ വയ്ക്കുക അല്ലേ. സബ് സ്റ്റേഷനുകളുടെ ഡ്യൂട്ടി എന്താണ്, ഈ പവർ ഈ വോൾട്ടേജിനെ കുറയ്ക്കുക. അപ്പോൾ സബ് സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ എന്ത് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂലിക്ക കാണുന്ന ട്രാൻസ്ഫോമറുകൾ എന്ത് തന്നെയാണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ എർത്ത് ടച്ചസ് എ ഫേസ് ലൈൻ വിൽ ഷീ ഗെറ്റ് എ ഷോക്ക്. വൈ, എന്തുകൊണ്ടാണ്, നമ്മൾ ഭൂമിയിൽ നിന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ഫേസ് ലൈനിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുമല്ലേ എന്നാണ് ചോദ്യം. ഷോക്ക് അടിക്കുമോ, ഷോക്ക് അടിക്കും അല്ലേ. ഷോക്ക് അടിക്കും, കാരണം എന്താ, അതിൻ്റെ ഡിഫറൻസ് 230 തമ്മിൽ എന്തുണ്ട്, ഇതിലൊരു ന്യൂട്രലാണ്, നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പോസ്റ്റിൽ 4 വയറുകൾ ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ. പോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും 4 വയേഴ്സ് നേരെയായിട്ട് പാരലായിട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം കാക്ക ചാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടച്ച് ചെയ്യണം. ഒരു കാക്ക ഈ ന്യൂട്രൽ വയറുമ്പോൾ ചെന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വയറുമ്പോൾ മാത്രമായിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കാക്ക ചാവില്ല. കാരണം എന്താ, ഈ ന്യൂട്രൽ വയറിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 വോൾട്ട് ആണ്. പക്ഷെ ഒരു കാലം ന്യൂട്രലിനെയും ഒരു കാലം ഫേസിനെയും വെച്ച് സംഭവിക്കും, ആ കാക്ക ഷോക്ക് അടിച്ച് ചാവും അല്ലേ. കാരണം എന്താ, അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. ഒരു നമ്മൾ ഭൂമിയിൽ നിന്നിട്ട് എന്താണ് ഫേസ് ലൈനിൽ പഠിച്ചതിന് സംഭവിക്കും, നമുക്ക് ഷോക്ക് അടിക്കും. കാരണം നമ്മൾ എർത്തിലാണ് നിൽക്കുന്നത് അല്ലേ, അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്തി അല്ലേ. അപ്പോൾ എന്താ, 230 വോൾട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും, അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും. ഓക്കെ, 2 ഫേസ് വയർ മേടിക്കണമെങ്കിൽ സംഭവിക്കും, അതിനൊക്കെ കൂടുതൽ തന്നെ കരിഞ്ഞു പോകേണ്ട രീതിയിൽ ഷോക്ക് അടിക്കും. ഓക്കെ, ഫേസ് ന്യൂട്രലൊക്കെ നമ്മൾ ചിലവർ എന്താണ് ഈ കമ്പി തോട്ടി കൊണ്ട് ചക്കയും മാങ്ങയൊക്കെ ഇടാൻ പോകും അല്ലേ. എന്നിട്ട് എന്ത് സംഭവിക്കും, കമ്പി തോട്ടി ഈ ലൈനിലും കമ്പി തട്ടി കുറേ പേര് മരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ഈ ഇരുമ്പ് കമ്പി തട്ടുന്നത് ഈ ഫേസ് ലൈനിലായിരിക്കും. ഫേസ് ലൈനിൽ തട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കും, ഷോക്ക് അടിക്കും. പക്ഷേ ഈ ഇരുമ്പ് കമ്പി തട്ടണത് ഈ ന്യൂട്രൽ ലൈനാണെങ്കിൽ ഒന്നും പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല ഏതാ ഫേസ് ഏതാ ന്യൂട്രൽ, അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്താ, ന്യൂട്രലാണെന്ന് നമുക്കൊന്നും പറ്റില്ല. ഫേസും ഞാൻ തട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റ് പോയി തന്നെ. ഓക്കെ, എല്ലാവരുടെയും കാറ്റ് പോവില്ല, ചിലരുടെയൊക്കെ മരണം വരെ സംഭവിക്കാം. ഓക്കെ,
ഇപ്പം നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഏത് വയറുകളൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഒരു വൈദ്യുതി വന്നെന്നുണ്ടെങ്കിൽ ഏത് വയേഴ്സൊക്കെയാണ് ആവശ്യം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ നോക്കാം. ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ ഏത് വയസ്സൊക്കെ ആവശ്യം വേണം? ഫേസും വേണം, ന്യൂട്രലും വേണം. എന്നാൽ മാത്രമേ 230 വോൾട്ട് വീട്ടിലേക്ക് എത്തുള്ളൂ അല്ലേ? ഫേസ് വയർ വേണം, ന്യൂട്രൽ വയർ വേണം. എന്നാൽ മാത്രമേ 230 വോൾട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ഇന്ന് പഠിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇന്ന് പഠിച്ച കാര്യം എന്താണ്? ഇന്ന് പഠിച്ചത് നമ്മൾ പവർ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും ആണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഡാമിൽ നിന്നൊക്കെ വൈദ്യുതി ക്രിയേറ്റ് ചെയ്തിട്ട് പവർ സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? വായിച്ചു നോക്കുക, തിയറിയാണ്, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, വേറെ നമുക്ക് പ്രോബ്ലം അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ, വായിച്ച് മനസ്സിലാക്കിയത് മനസ്സിൽ തന്നെ ഒരു ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊക്കെ സങ്കല്പിച്ച് പഠിച്ച് വെക്കാം. ഓക്കെ, അതുകൊണ്ട് വേറെ വഴിയൊന്നും നമുക്കില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.